ഹലോ ഫ്രണ്ട്സ്, ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് വിവിധ വകുപ്പുകളിലെ ഡ്രൈവർ കം OA എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. ആദ്യം PC പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് വൈഡ് ജനറൽ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ സ്റ്റേറ്റ് വൈഡ് ജനറൽ സെലക്ട് ചെയ്യുക. അതിൽ നിറയെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അതിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റോട്ട് പോവുക. ലാസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ പോവുക. അപ്പോൾ ലാസ്റ്റ് കിടക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് അത് നമ്മുടെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 042/2024. അത് ഹെവിക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 043/2024 LMV ആണ്. നമ്മൾ ആദ്യം ഹെവി എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങൾ നന്നായി നോക്കാം. അപ്പോൾ നമ്മൾ ഹെവി സെലക്ട് ചെയ്താൽ ചെക്ക് അവൈലബിലിറ്റി സെലക്ട് ചെയ്താൽ അതിൽ ഇന്നെലിജിബിൾ കാണും. അപ്പോൾ എന്തുകൊണ്ട് ഇന്നെലിജിബിൾ നോക്കുക, അതിൽ വൈ ഐ ആം ഇന്നെലിജിബിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിറയെ വരും. ഇതിൽ ഈ റെഡ് കളറിൽ ഇൻഡ്യൂ മാർക്ക് ആണെന്നത് നമുക്ക് മാച്ച് അല്ല, നമ്മുടെ പ്രൊഫൈലിൽ മാച്ച് അല്ല, ക്വാളിഫിക്കേഷൻ കറക്റ്റ് അല്ല എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ബ്ലൂ ടിക്ക് കാണും, അതായിരിക്കും കറക്റ്റ് മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ അപ്ലൈ ഇക്വലൻ്റ് ഓർ ഹയർ എന്നുണ്ടാവും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ബാക്കി നോക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ഇക്വലൻ്റ് ഹയർ എന്നത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കുറേ ഇൻഡ്യൂ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതിനുള്ള ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിൽ അടുത്ത ഭാഗത്തിലോട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അടുത്ത് അപ്ലൈ ചെയ്യുന്ന പേജിലോട്ട് പോകും. പേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന ഡേറ്റ് കറക്റ്റായിട്ടുള്ള നെയിമും അടിക്കുക. അതുപോലെ തന്നെ അതിൽ ഡിക്ലറേഷനിൽ എല്ലാം തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ ചിലത് സെലക്ട് ആയില്ല വെച്ചാൽ പ്ലേ സ്റ്റോറിൽ കയറുക, മൗസ് പോയിൻറ്റിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഓട്ടോ ക്രൂയിസർ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തതിൽ കാണിക്കുന്നത് കറക്റ്റായിട്ട് നെയിം അടിച്ചില്ല എന്നാണ് പ്രൊഫൈലിൽ. അപ്പോൾ അത് കറക്റ്റായി വൃത്തിക്ക് അടിക്കുക. അത് കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ബട്ടൺ, അതായത് ഇതേപോലെ നമ്മുടെ ഓട്ടോ ക്രൂയിസറിൽ തന്നെ ആ ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും. നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ളതിൽ നമ്മൾ ചൂസ് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ എന്നുണ്ടാവും. അതിനുശേഷം SLC എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ SLC ആണ് ഏറ്റവും ഹയസ്റ്റ് വെച്ചാൽ SLC സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ MVD അത് 3 years ആയതുകൊണ്ട് അതും സെലക്ട് ചെയ്യുക. അതുപോലെ ബാഡ്ജിൻ്റെയും സെലക്ട് ചെയ്യുക, HDയും സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തുന്നുള്ളത് നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും. ഏതെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ലാസ്റ്റ് പോവുക. സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് പോവുക. അപ്പോൾ നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ നമ്മൾ എന്തായാലും വീഡിയോൻ്റെ അവസാനം അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാവണ്ട. ഇത് കറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്യാനുണ്ടാവും. അത് അവരുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. പാലക്കാട് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നു, പാലക്കാട് സെലക്ട് ചെയ്തു. അപ്പോൾ താലൂക്ക് വന്നിട്ട് ചിറ്റൂരാണ്, അപ്പോൾ ചിറ്റൂർ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അവിടെ തന്നെ എക്സാം കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാനുള്ളത്. അത് സെലക്ട് ചെയ്യുക. അതും കൺഫർമേഷൻ കൊടുക്കണം വെച്ചാൽ നോർമൽ വർക്കാവില്ല. അപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റ് എടുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് വെച്ചാൽ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിലോട്ട് നമുക്ക് വായിച്ച് നോക്കാം എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു കൺഫർമേഷൻ ഉണ്ടാവും, നമ്മുടെ ഡിക്ലറേഷൻ. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഡിക്ലറേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അപ്ലൈ ആയോ എന്നുള്ളതുകൊണ്ട് നേരെ പ്രൊഫൈലിലോട്ട് പോവുക, ഹോം പേജിൽ പോവുക. അതിൽ മൈ ആപ്ലിക്കേഷൻ എടുത്ത് 2024 സെലക്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഇങ്ങനെ ഒരു പേജ് വരും. ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത കറക്റ്റ് ഡേറ്റ് ടൈം അടക്കം വരും. അതിൽ നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ കൊടുത്തു, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെല്ലാം വായിച്ച് നോക്കുക. അറിയുന്നവരാണ് വെച്ചാൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുക. അപ്ലൈ ചെയ്ത് എല്ലാം ഓക്കെ എന്നാണ് വെച്ചാൽ സ്കിപ്പ് ചെയ്തോളാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെവീൻ്റെ എന്താ ഡൗട്ട് ചോദിച്ചാൽ അവർ പറയുന്നത് 7ാം ക്ലാസ് പാസ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിന് HDVക്ക് 3 വർഷം കാലാവധി. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾ ഇല്ല വെച്ച് നിങ്ങൾ നോക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് LMV ആണ്. അപ്പോൾ അടുത്ത കാറ്റഗറി LMV 043/2024 സെലക്ട് ചെയ്തു. അപ്പോൾ അതിലും കാണുന്നത് ഇന്നെലിജിബിൾ എന്നാണ്. അപ്പോൾ നമ്മൾ അതേ ചെയ്ത പോലെ തന്നെ YIM ഇന്നെലിജിബിൾ പോവുക. അതിൽ പോകുമ്പോൾ ഇതേപോലെ കുറേ ഇൻഡ്യൂ മാർക്കും ഉണ്ടാവും, അതുപോലെ ബ്ലൂ ടിക്കും ഉണ്ടാവും. അപ്പോൾ ഇതിലാകെ നമുക്ക് ബ്ലൂ ടിക്ക് കാണുന്ന SLC മാത്രമേ ഉള്ളൂ. അതിൽ MVD ലൈസൻസ് ആയിട്ട് 3 year LMV എന്നാണ്, അത് ഇല്ല എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ പേജിൻ്റെ ലാസ്റ്റിലോട്ട് പോവുക. ലാസ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ലെഫ്റ്റ് സൈഡായിട്ട് കാണും. ലെഫ്റ്റ് സൈഡ് നമ്മൾ പേജിനെ മാറ്റുമ്പോൾ അതിൽ കാണും ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് കാണും. നമ്മളിപ്പോൾ പേജിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആഡ് ക്വാളിഫിക്കേഷൻ എന്ന് കാണും. ആ ആഡ് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അടുത്ത പേജിലോട്ട് പോകുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യുന്ന പേജിൽ ആഡ് എന്നുണ്ടാവും. ആ ആഡ് സെലക്ട് ചെയ്യുക. ആഡ് സെലക്ട് ചെയ്തിട്ട് ക്വാളിഫിക്കേഷൻ ലെവൽ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിറയെ ക്വാളിഫിക്കേഷൻ കാണും. അതിൽ ഏറ്റവും ലാസ്റ്റ് ലൈസൻസ്, ഡ്രൈവിങ്, കണ്ടക്ടർ കാണും. അത് സെലക്ട് ചെയ്ത്
അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ കുറേ ലൈസൻസ് കാണും, ഏറ്റവും ലാസ്റ്റ് പോവുക. അപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മളവിടെ YIM ഇൻഎലിജിബിൾ അതിലുണ്ടാവും, നമ്മൾ SLCന് തൊട്ട് താഴെ എന്ത് ഇൻഎലിജിബിൾ എന്ന് അത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് LMV അറ്റ്ലീസ്റ്റ് 3 ഇയർ വിത്ത് ബാഡ്ജോ അല്ലെങ്കിൽ വിത്തൗട്ട് ബാഡ്ജോ ഏതാണ് ആഡ് ചെയ്യാം. ആ ബാഡ്ജ് നിർത്തി 2018 നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക. ബാക്കിയുള്ളതെല്ലാം നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അത് കൊടുത്തിലും കുഴപ്പമൊന്നുമില്ല, നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ലാസ്റ്റ് വരുമ്പോൾ മന്ത് ആൻഡ് ഇയർ പാസിംഗ് ഉണ്ടാവും. അത് നമ്മുടെ ലൈസൻസിൽ കറക്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിലുണ്ടാവും. അത് കറക്റ്റായി നോക്കി അടിക്കുക. അത് കഴിഞ്ഞ് അതിന് താഴെ വന്നിട്ട് നമ്മുടെ എന്താ വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ക്യാപ്ച ഉണ്ടാവും, ക്യാപ്ച അടിച്ച് കഴിഞ്ഞിട്ട് സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ പുതിയൊരു ക്വാളിഫിക്കേഷൻ ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആഡ് ആയി കഴിഞ്ഞു. അത് അപ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ആ പേജ് വരും, അതെങ്ങനെ ആഡ് ചെയ്യുന്നുള്ളത് നോക്കാൻ പറ്റും. അത് ക്ലിയർ ആണോ നോക്കുക. അങ്ങനെ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ എഡിറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്തെങ്കിലും ഉണ്ട് തെറ്റാണെങ്കിൽ അതൊന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് ഏറ്റവും മേലെ കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ അപ്ലൈ ചെയ്ത പേജ് ഏതാണോ അവിടെയോട്ട് പോകും, ഡയറക്റ്റ് അവിടോട്ട് പോകും. അല്ലാതെ പിന്നീട് ഒരു റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങണ്ട. അപ്പോൾ ഈ കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഡയറക്റ്റായിട്ട് അടുത്ത പേജിലോട്ട്, അതായത് നമ്മൾ അപ്ലൈ ചെയ്ത പേജ് എവിടെയാണോ നിൽക്കുന്നത് ലാസ്റ്റ് അവിടെ പോകും. അവിടെ പോകുമ്പോൾ അപ്പോൾ കണ്ടില്ലേ നമ്മൾ അപ്ലൈ നൗന്ന് വന്നു, YIL ഇൻഎലിജിബിൾ എങ്ങനെയൊന്നും കണ്ടില്ല, അപ്ലൈ നൗന്നുണ്ട്. ഡയറക്റ്റായിട്ട് അപ്ലൈ നൗന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ അതേപോലെ എങ്ങനെയാണ് HDV അയച്ച് അതുപോലെ തന്നെ നേരെ പോവുക. അതിൽ കറക്റ്റായിട്ട് അപ്ലൈ യൂസിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അപ്ലൈ യൂസിങ് ക്വാളിഫിക്കേഷൻ നേരെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇക്വാലൻ്റ് വേണ്ട, കാരണം നമുക്ക് അപ്ലൈ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആഡ് ആക്കി. അപ്പോൾ നേരെ അതിലോട്ട് പോവുക. എന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ പേര്, പ്രൊഫൈലിൽ എങ്ങനെയാണ് പേര്, അതുപോലെ നമ്മുടെ ഡേറ്റ്, ആഡ് ചെയ്ത ഡേറ്റ് എല്ലാം കൊടുത്ത് നമ്മുടെ എല്ലാ കൺഫർമേഷനും കൊടുത്തിട്ട് കൊടുക്കുക. അതിൽ നേരെ അടുത്ത പേജിലോട്ട് പോകും. അടുത്ത പേജിലോട്ട് പോകുമ്പോൾ നമ്മളിത് ഈ പോസ്റ്റിന് എലിജിബിൾ ആണെന്ന് നോക്കും. അപ്പോൾ S എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് അതേപോലെ ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്യുക. ഏതാണ് അവരവരുടെ വെച്ച് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ മൗസ് പോയിന്റ് യൂസ് ചെയ്യണം, ഇല്ല വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡിക്ലറേഷൻ ആയിരിക്കും നമ്മൾ കൊടുത്ത് ശരിയാണെന്നുള്ളത്. ആ ഡിക്ലറേഷൻ കൊടുത്ത് അതേപോലെ തന്നെയാണ് അടുത്ത് നമുക്ക് വായിച്ച് നോക്കാൻ പറ്റുന്ന പേജാണ്. എല്ലാം ക്ലിയർ ആണെന്ന് വായിച്ച് നോക്കിയാൽ ലാസ്റ്റ് ഫൈനൽ ഡിക്ലറേഷനാണ്. ആ ഫൈനൽ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തെന്നാവും. എന്നിട്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ പ്രൊഫൈലിൽ പോവുക, ഹോം എടുക്കുക. ഹോം എടുത്തിട്ട് നമ്മുടെ ആ മൈ ആപ്ലിക്കേഷൻ എന്ന് വരും. മൈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് 2024 എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അത് നോക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 2. അതുവരെ ആരും കാത്തിരിക്കണ്ട. അറിയാലോ, ചിലപ്പോൾ PSC പ്രൊഫൈല് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ സൈറ്റ് ബിസി ആയിരിക്കും. അതുവരെ കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നോക്കാൻ പോവാണ്, ക്വാളിഫിക്കേഷൻ്റെ കാര്യം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, അയ്യോ സാറേ എനിക്ക് 10ാം ക്ലാസ് ഉണ്ട്, ഇവർ 7ാം ക്ലാസ് ചോദിച്ച്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ PG പഠിച്ചു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ BCom ആണ്, അതാണ് ഇതാണ്, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ അതൊന്നും നോക്കണ്ട. ബേസിക് ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്താണ്, LMV ആണെങ്കിൽ 3 വർഷം കാലാവധി വേണം. അതേ HDV ആണ് വെച്ചാൽ ഹെവി ലൈസൻസ് വിത്ത് 3 വർഷം ബാഡ്ജ് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യുക. ഈ അപ്ലൈ ചെയ്യുന്ന ഡേറ്റിനുള്ളിൽ ക്ലിയർ ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ വിട്ടുവീഴ്ചയില്ല. ബാക്കി നിങ്ങൾക്ക് 7ാം ക്ലാസ്സിന് മേലെ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾ ഡൗട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഈ പുതിയ നോട്ടിഫിക്കേഷനിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേഡീസിന് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ ലേഡീസിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ നോട്ടിഫിക്കേഷനിൽ ലേഡീസിന് അപ്ലൈ ചെയ്യാം. അത് അവർക്ക് വളരെ വലിയൊരു അവസരം തന്നെയാണ് അല്ലേ. അവർക്കും കൂടെ എഴുതാമല്ലോ ഈ എക്സാം അല്ലേ. അപ്പോൾ ബോയ്സൊക്കെ വിചാരിക്കണ്ടാവും എല്ലാത്തിലും അവർ ഫസ്റ്റ് വരും, ഇതിലും കൂടെ നമുക്കിതാ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആർക്ക് വേണേൽ പഠിച്ചാൽ ജോലി കിട്ടും. അപ്പോൾ നല്ലപോലെ പഠിച്ച് നല്ലപോലെ പ്രയത്നം ചെയ്താൽ ജോലി കിട്ടും. അറിയില്ല, നമ്മൾ ഡ്രൈവറിൻ്റെ ആകുമ്പോൾ 2 ടെസ്റ്റ് പാസ്സായിട്ട് വേണം നമ്മൾ ചെയ്യാം. അതായത് OMR എഴുതണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സാകണം. അപ്പോൾ നല്ലപോലെ പ്രയത്നം കിട്ടും, ജോലി ഉറപ്പായി കിട്ടും. ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം നമ്മുടെ പോലീസ് ഡ്രൈവറിൽ നോക്കി വെച്ചാൽ LMV വെച്ച് നിറയെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെയൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. LMV ആണെങ്കിൽ 3 വർഷവും, HDV ആണെങ്കിൽ ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ്. അങ്ങനെ ഇല്ലാത്തവർ അപ്ലൈ ചെയ്യാതിരിക്കുക. സപ്പോസ് അങ്ങനെ അപ്ലൈ ചെയ്തു, അങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും അപ്ലൈ ചെയ്ത് വെച്ചാൽ പ്രശ്നമില്ല, നിങ്ങൾ കൺഫർമേഷൻ ചെയ്യാതിരിക്കുക. അങ്ങനെ കൺഫർമേഷൻ ചെയ്താലും എക്സാം അറ്റൻഡ് ചെയ്തായിരിക്കുക. ഇത്രയും ഘട്ടങ്ങളിലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇത് ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് നിങ്ങളുടെ LMVക്കും അത് പ്രശ്നമാകും. അത് PSC എന്തെങ്കിലും നടപടി എടുക്കും. ലാസ്റ്റ് ഒരു ജോലി ഇല്ലാതെയാകും, ചിലപ്പോൾ DBAR അടക്കം ചെയ്യും. അങ്ങനെയൊന്നും യാതൊരു
അവസ്ഥയ്ക്കും എത്തിക്കാതിരിക്കുക, സൂക്ഷിച്ച് തന്നെ ചെയ്യുക. കാരണം ഒരു ജോലി കിട്ടുക പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എത്ര കഷ്ടപ്പാടാണെന്നറിയാലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ജോലി കയറി പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ എല്ലാം ശ്രദ്ധയോടെ ചെയ്യുക. കാരണം ഒരു ജോലി കിട്ടി കഴിഞ്ഞ് വെച്ചാൽ ആ ഒരു കുടുംബമാണ് നന്നാവുന്നത് അല്ലേ. ആ കുടുംബവും അവരിനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ആ വ്യക്തിനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുക. അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ് ആരെയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ നോക്കിയിട്ട് തന്നെ ഫ്രണ്ട്സ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് അതേപോലെ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പറഞ്ഞ് ആ ലിങ്ക് കൊടുത്തിട്ട് ചോദിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഹാരിസ് സാറിനെ ചോദിച്ചാൽ ഹാരിസ് സാർ എല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ തന്നെ ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഹാരിസ് സാറിനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എടുത്ത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഉടൻ തന്നെ ഇതിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ വർഷം തന്നെ ഉണ്ടാവും, എക്സാം ഉണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചാനൽ വഴി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരും. ഇതിന് എക്സാം എപ്പോഴെന്ന് പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ച് വീഡിയോ നമ്മൾ ഇറക്കും. എപ്പോഴാണ് എക്സാം, എപ്പോഴാണ് ഉള്ളൂ എന്നുള്ളതും അതുപോലെ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു. നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ ക്ലാസ്സുകളിലും നല്ലൊരു വിജയ ശതമാനം നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ജോഫർ ആണെങ്കിലും ടൂറിസം ജോഫർ ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിൽ പോലീസ് ഡ്രൈവറിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രതികരണം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും തന്നെ നല്ലൊരു ക്ലാസ് തരാൻ കഴിയും, അല്ലെങ്കിൽ തരാം എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് പറയാം. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു വീഡിയോ വരും. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രയത്നിക്കുക. എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാരിസ് സാറിനെ കോൺടാക്ട് ചെയ്യുക. സാർ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സാർക്ക് അധികം തിരക്കാണ് വെച്ചാൽ പിന്നീട് നിങ്ങളെ വിളിച്ച് ക്ലിയർ ചെയ്യും. അതല്ലാതെ സാറ് വിളിച്ചു എടുത്തില്ല എന്ന് കരുതേണ്ട. അറിയാലോ സാറിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ടാവും. നമ്മളത് മാനിച്ചുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടായി സാറ് വിളിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയും ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണ്, ക്ലാസ് ഉടൻ തന്നെ ഉണ്ടാവും. ഈ വർഷം തന്നെ എക്സാം ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. അതിനുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ.